തമിഴ്നാടും പശ്ചിമ ബംഗാളും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. തമിഴ്നാടും പശ്ചിമ ബംഗാളിൻ്റെ ഒരു വിഭാഗവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. 6 മണിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇക്കുറി സ്ഥാനാർത്ഥികളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. റെക്കോർഡ് സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ ഉള്ളത് എന്നുള്ളതാണ്. 4654 സ്ഥാനാർത്ഥികൾ 234 മണ്ഡലങ്ങളിലായി മത്സരിക്കുന്നു. DMK നയിക്കുന്ന സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ്, AIADMK ഒപ്പം BJPയുമായുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, വിജയ് നയിക്കുന്ന TVK, ഇവർ തമ്മിലാണ് ശക്തമായ പോരാട്ടം. നാം തമിഴർ കക്ഷിയുമായി സീമാനുമുണ്ട്. അതും നല്ല പോരാട്ടം നടത്തുകയാണ്. പ്രചാരണം ശക്തമാക്കി നടത്തുകയാണ്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഇന്ന് ചെന്നൈയിൽ പര്യടനം നടത്തുകയാണ്. അതായത് പരസ്യപ്രചാരണം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവസാനവട്ട പ്രചാരണത്തിനായി MK സ്റ്റാലിനും ഇന്ന് ഇറങ്ങുന്നുണ്ട്. എടപ്പാടി K പളനിസ്വാമി സേലത്തും എടപ്പാടിയിലും പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. എടപ്പാടിയിലാണ് റോഡ് ഷോ പളനിസ്വാമിക്ക് ഉള്ളതൊപ്പം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, കനിമൊഴി തുടങ്ങിയ പ്രമുഖരായ നേതാക്കളൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായുണ്ട്. സമാധാനപരമായ വോട്ടെടുപ്പിനായി കനത്ത സുരക്ഷ തമിഴ്നാട്ടിലുടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ചതടക്കമുള്ള നടപടികൾ DMK പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമായി ഉന്നയിക്കുകയാണ്. വനിതാ ശാക്തീകരണത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രകടന പത്രികയാണ് BJPയും അതോടൊപ്പം തന്നെ TVK അടക്കമുള്ള പാർട്ടികളും നൽകിയിട്ടുള്ളത്. സ്റ്റാലിൻ്റെ പ്രചാരണ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ കുഷ്ബു അടക്കമുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയൊക്കെ BJP രംഗത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും തമിഴ്നാടിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് മറ്റന്നാൾ അവർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ടുറപ്പിക്കും.